ദുരന്തമുണ്ടായ കരൂരിലേക്ക് പോകാൻ TVK അധ്യക്ഷൻ വിജയ് ഉടൻ കരൂരിൽ പോകുമെന്ന് പാർട്ടി നേതാക്കളെ അദ്ദേഹം അറിയിച്ചു. പാർട്ടി പ്രവർത്തനങ്ങൾക്ക് 20 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് റഹീസ്, നേരത്തെ അവിടെ പോകാൻ കോടതിയുടെ അനുമതി തേടുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയുടെ അനുമതിയൊന്നും തേടാതെ പോലീസിനെ അറിയിച്ച് പാർട്ടി പ്രവർത്തകരെ അറിയിച്ച് വിജയ് കരൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണല്ലേ? വിജയകുമാർ നിലവിൽ അങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി 5 ദിവസവും വിജയ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടി പ്രവർത്തകരുമായി യോഗം ചേരുന്നുണ്ട്, കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നിന്ന് ലഭിച്ച വിവരമാണ്, ആ യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനമാണ്. അതായത് കരൂരിലേക്ക് ഉടൻ പോകാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നു. കരൂരിലേക്ക് ഉടൻ പോകുമെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഈ യോഗത്തിൽ അറിയിച്ചു. കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെയും വളരെ വേഗത്തിലാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 20 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഒളിവിനായതിനാൽ അദ്ദേഹം കരൂരിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഷെഡ്യൂൾ ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ അവിടെ ഒരു നേതൃനിരയുടെ കുറവ് വല്ലാണ്ട് TVK ബാധിക്കുന്നുണ്ട്. N ആനന്ദ് ഒളിവിലാണ്, CT നിർമ്മൽകുമാർ ഒളിവിലാണ്, ഒപ്പം മാധവർജുന ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, വിജയ് ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 20 അംഗ ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ട് കരൂരിലെ ഈ യാത്ര ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വേണ്ടി വിജയ് ഇത്തരത്തിലൊരു സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ തീരുമാനം ഇത്തരം ഒരു യാത്രയ്ക്ക് പോലീസ് അനുമതി നൽകാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? വിജയകുമാർ, ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. പോലീസിനോട് വിജയ് ഇതുവരെയും അനുമതി തേടിയിട്ടില്ല. അത്തരത്തിൽ വന്ന വാർത്തകളൊക്കെയും അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ വിജയ് അങ്ങനെ പോലീസിനോട് അനുമതി തേടുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ലഭിച്ചതിന് ശേഷം, ഔദ്യോഗിക ലെറ്റർ ലഭിച്ചതിന് ശേഷം മറുപടി നൽകാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിജയ്ക്ക് അനുമതി നിഷേധിക്കാതിരിക്കും എന്നുകൂടി കരുതാനാവില്ല. കാരണം അത് ഈ പരിപാടി ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി DMK നേതാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമതി തേടിയിട്ട് അത് പോലീസ് അനുവദിക്കാതിരുന്നാൽ അത് സർക്കാരിനെതിരെ TVKക്ക് വലിയൊരു ആയുധമാകും. ആ തരത്തിൽ കൂടി അത് കാണും. അപ്പോൾ അങ്ങനെ TVKക്ക് ഒരു എഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് ഒരു പിടിവള്ളി നൽകുന്ന ഒരു സമീപനമായി പോകും അത്. അപ്പോൾ അതുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കി, മുന്നൊരുക്കം ഒരുക്കി വിജയെ അവിടേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഉറപ്പാകും ഒരുപക്ഷെ പോലീസ് നൽകുക. അപ്പോൾ അങ്ങനെ അനുമതി നിഷേധിച്ച് കളയും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അനുമതി നൽകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അനുമതി തേടി കരൂരിലേക്ക് ഏറ്റവും വേഗം എത്രയും പെട്ടെന്ന് പോകാൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് പോകാമെന്നാണ് വിജയ് കരുതുന്നത്. അതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ മരിച്ചവരുടെ കുടുംബങ്ങളിലേക്കും സാരമായി പരിക്കേറ്റവരുടെ കുടുംബങ്ങളിലേക്കും പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെയും ഒരു കുടുംബത്തിൽ തന്നെ ആളുകൾ മരിച്ച സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ഒരു ഗ്രാമത്തിൽ തന്നെ 7 പേരൊക്കെ മരിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആകും പ്രധാനമായിട്ടും വിജയ് പോവുക. ഈ മരണപ്പെട്ട എല്ലാവരുടെയും വീടുകളിലേക്ക് പോവുക ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പല ജില്ലകളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ പോകുക എന്നുള്ളതാണ് വിജയ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ ഒരുക്കമല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊന്ന് മറച്ചു പിടിച്ചോ അല്ലെങ്കിൽ എപ്പോഴത്തേക്കെങ്കിലും ഒന്ന് മടക്കി വെച്ചോ മുന്നോട്ട് പോവുകയല്ല. അദ്ദേഹം നിലവിൽ എന്തായാലും ഈ പാർട്ടി നേതാക്കളെയൊക്കെയും സജ്ജരാക്കുന്നുണ്ട്. ദിവസവും മീറ്റിംഗുകൾ ചേരുന്നുണ്ട്. വിജയുടെ വീട്ടിൽ അങ്ങനെ മീറ്റിംഗുകൾ സ്ഥിരമായി നടക്കുകയാണ്. അദ്ദേഹം ഇന്നലെ രാത്രിയും നീലങ്കരയിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയി ചില പാർട്ടി നേതാക്കളെ കണ്ടതായൊക്കെ വിവരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടി നേതാക്കളെ കണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ അപകട സ്ഥലം സന്ദർശിക്കുകയാണ് എങ്കിൽ അത് മതിയായ മുന്നൊരുക്കത്തോടെ തന്നെയായിരിക്കും. അത് വളരെ എത്രയും വേഗം തന്നെ ആകണം എന്നുള്ള ഒന്നുകൂടിയുണ്ട്. കാരണം വിജയ് എത്താത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിമർശനം കനത്തു വരികയാണ്. DMK ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ വിജയെ പേരെടുത്ത് വിമർശിച്ചില്ല എങ്കിൽ ഇന്നലെയൊക്കെയും പേരെടുത്ത വിജയ് എന്തുകൊണ്ട് അവിടെ പോയില്ല, സ്റ്റാലിനാണ് പോയത്, സർക്കാരാണ് ഉണ്ടായിരുന്നത്, മന്ത്രിമാരാണ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതൊക്കെ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വിജയ് അവിടെ എത്തേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് എന്ന വാദം DMKയുടെ ഒരു ആളുകളിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് മാത്രം വരുന്ന വാക്കുകളല്ല, മറിച്ച് പൊതുസമൂഹത്തിനിടയിൽ തന്നെ വിജയ് അവിടെ പോകണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും അവിടേക്ക് പോകാമെന്ന TVK നേതാവ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ അപകട സ്ഥലത്തിന് ശേഷം, അപകട സമയത്തിന് ശേഷം ഉടൻ കരൂരിലേക്ക് പോകുമെന്ന് പാർട്ടി നേതാക്കളെ വിജയ്
അറിയിച്ചു. പ്രവർത്തനങ്ങൾക്ക് 20 അംഗ സംഘത്തെ നിയോഗിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ ഒളിവിലായതുകൊണ്ടാണ് ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയിൽ ഈ 20 അംഗ സംഘം പാർട്ടി പ്രവർത്തനം ഏറ്റെടുക്കാൻ പോകുന്നത്. ഊർജ്ജസ്വലമായി പാർട്ടി പ്രവർത്തനം തുടരാൻ പാർട്ടി നേതാക്കൾക്ക് വിജയ് നിർദ്ദേശം നൽകി എന്ന വിവരം കൂടി വരുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.